ഹായ് എവ്രിവൺ. അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജോലി സ്ഥലത്തും ഓഫീസിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന 15 ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ വീട്ടിലെ ഡിഫറെൻറ്റ് സിറ്റുവേഷനുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് വാചകങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് കമൻറ്റ് ചെയ്തായിരുന്ന ഒരു വീഡിയോയുടെ താഴെ ഓഫീസിലും ജോലി സ്ഥലത്തൊക്കെ ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകളെ കുറിച്ചിട്ട് ഒരു ക്ലാസ് ചെയ്യാവോ എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയകളിൽ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുള്ളത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഏരിയയിലൊക്കെ നമ്മൾ ക്ലാസ്സുകൾ തരാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞതുപോലെ ഓഫീസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത ദിവസം തുടങ്ങി ഓഫീസിൽ ചെന്ന് അത്യാവശ്യം ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് റെഡിയാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ സെൻറ്റൻസിലേക്ക് കിടക്കും. ഓക്കെ, നമ്മൾ തിങ്കളാഴ്ച രാവിലെ ഒന്ന് ഓഫീസിലോട്ട് ചെല്ലാണെന്ന് വിചാരിച്ചു. അല്പം മടിയോടുകൂടി ആയിരിക്കും ചെല്ലണേ. നമുക്കറിയാം അത്യാവശ്യം വീക്കെൻഡൊക്കെ അടിച്ചു പൊളിച്ചിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് ഗുഡ് മോർണിംഗും വിശേഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇല്ലേ, നിന്റെ ആഴ്ചയുടെ അവസാനം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ നീ എങ്ങനെ അടിച്ചു പൊളിച്ചു എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇല്ലേ. എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹൗ വാസ് യുവർ വീക്കെൻഡ്? എങ്ങനെയാണ് ചോദിക്കുക? ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഓക്കെ, നിന്റെ ആഴ്ചയുടെ അവസാനം എങ്ങനെയുണ്ടായിരുന്നു? സാറ്റർഡേ സൺഡേ ഒക്കെ അടിച്ചു പൊളിച്ചോ, തകർത്തോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കണേ. വളരെ സിമ്പിളായിട്ട് ചോദിക്കുക കേട്ടോ. എങ്ങനെയാണ്? ഹൗ വാസ് യുവർ വീക്കെൻഡ്? ഓക്കെ, അപ്പോൾ ഇനി ഈ തിങ്കളാഴ്ച ഓഫീസിൽ ചെല്ലുന്നവരൊക്കെ അങ്ങ് മനഃപൂർവ്വം അങ്ങ് ചോദിച്ചേക്കണം. വെറുതെ ഒന്ന് ഫ്രണ്ടിനൊക്കെ ഒന്ന് തോളിൽ തട്ടിയിട്ട് ചോദിക്കണം, ഹൗ വാസ് യുവർ വീക്കെൻഡ്? അവരൊന്ന് ഞെട്ടട്ടേന്നേ. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് വിശേഷമൊക്കെ ചോദിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കണത് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടാവണ പതിവുണ്ടല്ലോ എന്ന് അല്ലേ. ഓഫീസുകളിലൊക്കെ ബഹുഭൂരിപക്ഷം ഓഫീസുകളിലും, ചില ഓഫീസുകളിൽ എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ടാവും, ചില സ്ഥലത്ത് മൺഡേയിൽ മാത്രം മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന് മീറ്റിംഗ് ഉണ്ടോ? ഇന്ന് മീറ്റിംഗ് ഉണ്ടോ? ഇപ്പോൾ ഹൗ വാസ് യുവർ വീക്കെൻഡ് എന്നൊക്കെ വലിയ ബിൽഡപ്പിൽ ഇംഗ്ലീഷിലൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് മലയാളം സെൻറ്റൻസസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് മോശക്കേടാണ്. അപ്പോൾ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടോ എന്ന് കൂടെ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കാം. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു വി ഹാവ് മീറ്റിംഗ് ടുഡേ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഡു വി ഹാവ് മീറ്റിംഗ് ടുഡേ? ഇന്ന് നമുക്ക് മീറ്റിംഗ് ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് ജോലിയൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ബ്രേക്ക് ടൈമായി. ഓക്കെ, ബ്രേക്ക് ടൈമിൽ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഭയങ്കര ജോലിയിലായിരിക്കും അല്ലേ. അത്ര നേരം ഉഴപ്പിയിരിക്കുന്ന ആളുകളൊക്കെ ബ്രേക്ക് ടൈം വന്നാൽ നല്ല പണിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെന്നൊന്ന് റിമൈൻഡ് ചെയ്യണം, സുഹൃത്തെ ബ്രേക്ക് ടൈം ആയിട്ടോ എന്ന് പറയണം. ഇങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയാം. സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇറ്റ്സ് ബ്രേക്ക് ടൈം. ഓക്കെ, ഇറ്റ്സ് ബ്രേക്ക് ടൈം. എങ്ങനെ പറയാം? ഇറ്റ്സ് ബ്രേക്ക് ടൈം. വളരെ സിമ്പിളായിട്ട് പറയാം. എങ്ങനെ? ഇറ്റ്സ് ബ്രേക്ക് ടൈം. ബ്രേക്ക് ടൈം ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് കിടക്കുമ്പോഴും സുഹൃത്ത് ചിലപ്പോൾ ബ്രേക്ക് ടൈമിൻ്റെ ഹാങ് ഓവറിലായിരിക്കും. അപ്പോൾ വീണ്ടും അവർ നമ്മുടെ അടുത്ത് വർത്താനം പറയാൻ വരുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്നൊരു പല്ലവി ഉണ്ട്. എന്താണ്? സുഹൃത്തെ ഒന്ന് പോ, എനിക്ക് ലഞ്ചിന് മുമ്പ് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം ലഞ്ചിന് മുമ്പ് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാം? ഐ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ബിഫോർ ലഞ്ച്. എങ്ങനെ പറയാം? ഐ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ബിഫോർ ലഞ്ച്. ലഞ്ചിന് മുമ്പ് എനിക്ക് ജോലികൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് എന്ന് പറയാണ്. എങ്ങനെയാണ്? ഐ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ബിഫോർ ലഞ്ച്. ഓക്കെ, ലഞ്ചിന് മുമ്പ് എനിക്ക് എൻ്റെ ജോലികൾ ചെയ്ത് തീർക്കണം. അപ്പോൾ നമ്മൾ പറയണം, ഇന്ന് പോയ സുഹൃത്ത്, ഐ ഹാവ് ടു ഫിനിഷ് മൈ വർക്ക് ബിഫോർ ലഞ്ച്. ഓക്കെ, എനിക്ക് ലഞ്ചിന് മുമ്പ് എൻ്റെ ജോലികളൊക്കെ ചെയ്ത് തീർക്കണം എന്ന് പറയാണ്. റൈറ്റ്? അങ്ങനെ നമ്മൾ ചിലപ്പോൾ തിരക്കിട്ട ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഓർക്കണേ, ക്ലയൻറ്റിനെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കൊളീഗിൻ്റെ അടുത്ത്, നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ കസ്റ്റമർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ചെന്നിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്ത്, കൊളീഗിൻ്റെ അടുത്ത് നമ്മൾ ചെന്നിട്ട് ചോദിക്കും, എന്ത്? കസ്റ്റമർ വിളിച്ചായിരുന്നോ അല്ലെങ്കിൽ ക്ലയൻറ്റിന് വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കൂല്ലേ. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഡിഡ് യു കോൾ ദ ക്ലയൻറ്റ്? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഡിഡ് യു കോൾ ദ കസ്റ്റമർ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു കോൾ ദ ക്ലയൻറ്റ്? അല്ലെങ്കിൽ ചോദിക്കാം ഡിഡ് യു കോൾ ദ കസ്റ്റമർ? ഓക്കെ, രണ്ടും എളുപ്പമാണ്. ജസ്റ്റ് ക്ലയൻറ്റിൻ്റെ സ്ഥാനത്ത് നമ്മളൊന്ന് കസ്റ്റമറെ പ്ലേസ് ചെയ്യണമെന്നേ ഉള്ളൂ. എങ്ങനെ ചോദിക്കുക? ഡിഡ് യു കോൾ ദ ക്ലയൻറ്റ്? ഓ ഡിഡ് യു കോൾ ദ കസ്റ്റമർ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഡിഡ് യു കോൾ ദ ക്ലയൻറ്റ്? ഡിഡ് യു കോൾ ദ കസ്റ്റമർ? ഓക്കെ, സിമ്പിൾ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ലഞ്ചിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ ടീം ലീഡർ അല്ലെങ്കിൽ മാനേജർ വന്നിട്ട് നമ്മളോട് പറയണേ, ആ ഡൈബിനൊന്ന് വിളിച്ച്. ഓക്കെ, ആ ഡൈബിനൊന്ന് വിളിച്ച് എന്ന് പറയണം. ഓക്കെ, നീ പറയണം, ആ ഡൈബിനൊന്ന് എൻ്റെ ക്യാബിനിലോട്ട് വരാനായിട്ടൊന്ന് പറയണേ ലിൻറ്റോ എന്ന് നമ്മളോട് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈബിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയും. എങ്ങനെ? ടീം ലീഡറിനെ നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അല്ലെങ്കിൽ പറയും മാനേജർക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയും ബോസിന് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം?
our team leader wants to meet you. Okay, our team leader wants to meet you. അല്ലെങ്കിൽ പറയാണ് മാനേജർ wants to meet you. അല്ലെങ്കിൽ our boss wants to meet you. Okay, നമ്മുടെ ബോസിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ടീം ലീഡർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പറയാണ് നമ്മുടെ മാനേജർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തിനെ അന്വേഷിച്ച് വേറൊരു കൂട്ടുകാരനായിരിക്കും വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരിക്കും വന്നിട്ടുണ്ട്, പേര് ബെഞ്ചമിൻ എന്നാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഡൈബിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ബെഞ്ചമിൻ വാണ്ട്സ് ടു മീറ്റ് യു. ഓക്കെ, ബെഞ്ചമിൻ വാണ്ട്സ് ടു മീറ്റ് യു. ബെഞ്ചമിനെ നിന്നെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിന്നെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ചെല്ലു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അടുത്ത സെന്റൻസിലേക്ക് കിടക്കണം. നമ്മുടെ ഓഫീസിൽ നമ്മുടെ ബോസിന്റെ അടുത്തോ ടീം ലീഡറുടെ അടുത്തോ മാനേജറുടെ അടുത്തോ നമുക്ക് ഏറ്റവും ചോദിക്കാൻ മടിയുള്ള ഒരു സംഗതി ഉണ്ട്. എന്താണ്? നാളെ ഞാനൊരു ലീവ് എടുത്തോട്ടെ എന്നല്ലേ. നമ്മൾ ആ ചോദിക്കുന്ന സമയത്ത് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ള ലീവ് ചിലപ്പോൾ എടുക്കാൻ തോന്നില്ല. അപ്പോൾ നമുക്ക് ആ ലീവ് ഒന്ന് ചോദിക്കണം. ലീവ് ചോദിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു കാര്യം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിലൊന്ന് ലീവ് ചോദിക്കുക? ചിലപ്പോൾ ഇംഗ്ലീഷിൽ ലീവ് ചോദിക്കുമ്പോൾ എങ്ങാനും ലീവ് തന്നാലോ, ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കണുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊന്ന് ലീവ് ചോദിക്കാൻ പോവാണ്. എങ്ങനെ ചോദിക്കുക? Can I take a leave tomorrow? ഓക്കെ, എങ്ങനെ ചോദിക്കുക? Can I take a leave tomorrow? മലയാളത്തിൽ ചോദിച്ച തരാത്ത ബോസിനോടും മാനേജറോടൊക്കെ ഇംഗ്ലീഷ് ചോദിക്കണം. എങ്ങനെ? Can I take a leave tomorrow? ഇത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ, വളരെ താഴ്മയോടുകൂടെ ചോദിക്കാം. അതിങ്ങനെ ചോദിക്കാം, മേ ഐ ടേക്ക് എ ലീവ് ടുമോറോ. ഓക്കെ, മേ ഐ ടേക്ക് എ ലീവ് ടുമോറോ. ഓക്കെ, ഞാൻ നാളെ ഒരു ലീവ് എടുത്തോട്ടെ. അപ്പം മേ ഐ ടേക്ക് എ ലീവ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് ക്യാൻ ഐ ടേക്ക് എ ലീവിനേക്കാളും. ഓക്കെ, അപ്പോൾ മേ ഐ ടേക്ക് എ ലീവ് ടുമോറോ എന്ന് തന്നെ ചോദിച്ചു. ഇനി അത്ര അങ്ങോട്ട് താഴാണ്ട് തന്നെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ക്യാൻ ഐ ടേക്ക് എ ലീവ് ടുമോറോ. ചില സമയങ്ങളിൽ നമുക്ക് ലീവല്ല, അന്നത്തെ ദിവസം കുറച്ച് നേരത്തെ ആയിരിക്കും പോകേണ്ടത്. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ചോദിക്കാനായിട്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ക്യാൻ ഐ ലീവ് ഏർലി ടുഡേ. ഓക്കെ, ക്യാൻ ഐ ലീവ് ഏർലി ടുഡേ. ഞാൻ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ. എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? ക്യാൻ ഐ ലീവ് ഏർലി ടുഡേ. ഇത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് ചോദിക്കാം, മേ ഐ ലീവ് ഏർലി ടുഡേ. ഓക്കെ, മേ ഐ ലീവ് ഏർലി ടുഡേ. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ക്യാൻ ഐ ലീവ് ഏർലി ടുഡേ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മേ ഐ ലീവ് ഏർലി ടുഡേ എന്ന് ചോദിക്കും. ഇനി ചില സമയങ്ങളിൽ നമ്മുടെ ബോസിന്റെ അടുത്ത് നിന്ന് നമ്മുടെ കൊളീഗിന് ചിലപ്പോൾ നല്ല ചീത്ത കിട്ടും ഇല്ലേ. കൊളീഗ് വന്നിട്ട് നമ്മുടെ അടുത്ത് പരാതിയൊക്കെ പറയുമ്പോൾ ബോസ് ചിലപ്പോൾ നേരെ ജോലി ചെയ്യാത്തതിനായിരിക്കും ചീത്ത പറഞ്ഞിട്ടുണ്ടാകുക. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ ഭയങ്കര കാലിബറുള്ള ആളാണ്. പക്ഷെ ആ കാലിബറിനനുസരിച്ച് ആ പെർഫോമൻസ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയും എനിക്ക് ഇതിലും ബെറ്റർ ആയിട്ടൊക്കെ ചെയ്യായിരുന്നു കേട്ടോ എന്ന് പറയും ഇല്ലേ. നമ്മൾ കുറേ ആശ്വാസവാക്കുകളൊക്കെ പറയും. അപ്പം നമ്മൾ പറയും എനിക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു കേട്ടോ എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ഇംഗ്ലീഷ് പറയാം, യു കുഡ് ഹാവ് ഡൺ ഇറ്റ് ബെറ്റർ. ഓക്കെ, ഇങ്ങനെ പറയാം, യു കുഡ് ഹാവ് ഡൺ ഇറ്റ് ബെറ്റർ. നിനക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യായിരുന്നു കേട്ടോ. യു കുഡ് ഹാവ് ഡൺ ഇറ്റ് ബെറ്റർ. ആ ഡയലോഗ് ഒന്ന് പഠിച്ചു വെച്ചോ, ഒന്ന് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തു. എങ്ങനെയാ? യു കുഡ് ഹാവ് ഡൺ ഇറ്റ് ബെറ്റർ. ഇനി ഞാൻ പറയാൻ പോണ രണ്ട് സെന്റൻസ് സെയിൽസിലുള്ളവർക്കാണ്, മാർക്കറ്റിങ്ങിലുള്ളവർക്കാണ്. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ അപ്പം അറിയാം ടാർഗറ്റാണ് അല്ലേ. ടാർഗറ്റാണ് നമ്മുടെ പ്രധാന തലവേദനയും പ്രധാന ഉപജീവന മാർഗം. അപ്പോൾ പരമാവധി ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കും എന്ത്, നീ ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തു. വലിയ പരിചയമൊന്നും ഇതിനെക്കുറിച്ച് ഇല്ലാത്ത ആളുകൾ പോലും നമ്മളോട് സിമ്പിളായിട്ട് ചോദിക്കും, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലാണ് സെയിൽസിലാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ചോദിക്കും ടാർഗറ്റൊക്കെ എത്തിയായിരുന്നോ, ടാർഗറ്റൊക്കെ നേടിയായിരുന്നോ എന്ന് ചോദിക്കും. ഓക്കെ, അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? ഡിഡ് യു ഹിറ്റ് ദ ടാർഗറ്റ്. ഓക്കെ, എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഹിറ്റ് ദ ടാർഗറ്റ്. ഇങ്ങനെ എൻ്റെ ഒപ്പം ഒന്നുകൂടി ചോദിച്ച് ഡിഡ് യു ഹിറ്റ് ദ ടാർഗറ്റ്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും സെയിൽസിൻ്റെ ആളെയൊക്കെ കാണുമ്പോൾ, മാർക്കറ്റിങ്ങിൻ്റെ ആളെ കാണുമ്പോൾ വെറുതെ കയറി ഇംഗ്ലീഷിൽ ചോദിച്ചു എന്ത്, ഡിഡ് യു ഹിറ്റ് ദ ടാർഗറ്റ്. രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് എന്നാണ് ഈ ടാർഗറ്റിന്റെ അവസാനം. ഓക്കെ, എന്നാണ് ഈ ടാർഗറ്റിന്റെ അവസാനം. ഓക്കെ, ഓരോ ടാർഗറ്റിനും ഓരോ കാലാവധി ഉണ്ടാവും അല്ലേ. എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കുക? വെൻ ഈസ് ദ ഡെഡ് ലൈൻ. ഓക്കെ, എങ്ങനെ ചോദിക്കുക? വെൻ ഈസ് ദ ഡെഡ് ലൈൻ. എന്നാണ് അവസാനത്തെ ദിവസം, എന്നാണ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത്, എന്നാണ് ഈ ടാർഗറ്റിലേക്ക് എത്തിച്ചേരേണ്ടത്. ഓക്കെ, എങ്ങനെ ചോദിക്കുക? വെൻ ഈസ് ദ ഡെഡ് ലൈൻ. വെൻ ഈസ് ദ ഡെഡ് ലൈൻ. അപ്പം നമുക്കിനി അടുത്ത സെന്റൻസിലേക്ക് പോകാം. നമ്മളിപ്പോൾ നേരത്തെ ബോസിന്റെ അടുത്ത് ലീവൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലീവ് കിട്ടിയെന്ന് വിചാരിക്കും. ലീവ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. നമ്മൾ ഓടി വന്നിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്ത് പറയും ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടാ. ഓക്കെ, ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മളത് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ എം ഓൺ ലീവ് ടുമോറോ. ഓക്കെ, ഐ എം ഓൺ ലീവ് ടുമോറോ. ഞാൻ നാളെ ലീവിലാണ് എന്നാണ് നമ്മൾ പറയണത്. എങ്ങനെ പറയാം? ഐ എം ഓൺ ലീവ് ടുമോറോ. ഓക്കെ, ഞാൻ ഇപ്പോൾ നാളെ ഉണ്ടാവില്ല, ഞാൻ നാളെ ലീവിലാണ് എന്ന് നമ്മൾ നമ്മുടെ കൊളീഗിൻ്റെ അടുത്ത് പറയാം. എങ്ങനെയാണ്? ഐ എം ഓൺ ലീവ് ടുമോറോ. ഐ എം ഓൺ ലീവ് ടുമോറോ. നമ്മൾ ലീവാണെന്ന് പറയുന്നതോടൊപ്പം നമ്മൾ പറയും നാളെ ഉണ്ടാവാത്തതുകൊണ്ട് കുറച്ച് വർക്കുകൾ അർജൻറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ കുറച്ച് അർജൻറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടും ഇല്ലേ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാവ് സം അർജൻറ്റ് വർക്ക് ടു കംപ്ലീറ്റ്. എങ്ങനെ പറയാം? ഐ ഹാവ് സം അർജൻറ്റ് വർക്ക് ടു കംപ്ലീറ്റ്. ഒന്നുകൂടെ എൻ്റെ ഇപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിക്കാൻ. ഐ ഹാവ് സം അർജൻറ്റ് വർക്ക് ടു കംപ്ലീറ്റ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു, ഐ ഹാവ് സം അർജൻറ്റ് വർക്ക് ടു കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ ലീവൊക്കെ എടുത്ത് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ സുഹൃത്തിനോട് ചോദിക്കുകയാണ്
ഈ ആഴ്ചയുടെ അവസാനത്തിൽ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഓക്കെ, ഈ ശനി ഞായർ എന്താ പരിപാടി എന്ന് ചോദിക്കില്ലേ? മോഹൻലാലിന്റെ ഒരു പരസ്യത്തിൽ ചോദിക്കുന്നുണ്ട് വൈകിട്ട് എന്താ പരിപാടി. ഇതുപോലെ നമ്മൾ ആഴ്ചയുടെ അവസാനത്തിൽ ചോദിക്കും ഇനി ഈ ആഴ്ചയുടെ അവസാനത്തിൽ എന്താ പരിപാടി എന്ന് ചോദിക്കും. ഓക്കെ, ആഴ്ചയുടെ അവസാനത്തിൽ എന്താ പ്രോഗ്രാം, എന്താ പരിപാടി, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹാവ് യു ഗോട്ട് എനി പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്? എങ്ങനെ ചോദിക്കുക? ഹാവ് യു ഗോട്ട് സം പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്? ഒന്നുകൂടെ എൻ്റെ ഒപ്പം ചോദിച്ചേ, ഹാവ് യു ഗോട്ട് സം പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്? ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രൈഡേയും ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇംഗ്ലീഷിൽ അങ്ങ് ചോദിച്ചേക്കണം. എങ്ങനെ? ഹാവ് യു ഗോട്ട് സം പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്? എനിക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് ജോലികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ പറയില്ലേ, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയും എനിക്ക് എത്രയും പെട്ടെന്ന് ആ ജോലികൾ ചെയ്യണം. ഓക്കെ, എത്രയും പെട്ടെന്ന് ആ ജോലികൾ ചെയ്ത് തീർക്കണം എന്നിങ്ങനെ പറയാം. ഐ നീഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് ആസ് ഏർലി ആസ് പോസിബിൾ. എങ്ങനെ പറയാം? I need to complete the work as early as possible. Okay, as early as possible എന്ന് പറഞ്ഞാൽ എത്രയും വേഗം, എത്രയും പെട്ടെന്ന് എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, I need to complete the work as early as possible. Okay, ഇങ്ങനെ പറയാം, I need to complete the work as early as possible. അപ്പോൾ 15 സെന്റൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, 15 സെന്റൻസുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമ്മൾ 10-15 സെന്റൻസസ് ഒക്കെ വെച്ച് പഠിക്കുന്നുള്ളൂ. കുറച്ച് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 25, 50, 60 ഒക്കെ നമുക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linto.